ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സീൻ പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 10. നമ്മൾ 10ാമത്തെ എപ്പിസോഡിലെത്തിയേക്കാണ് ഗൈസ്, 10ാമത്തെ എപ്പിസോഡ്. അപ്പോൾ ഇന്നത്തെ ഒരു എന്താ പറയുക, 10ാമത്തെ എപ്പിസോഡ് സ്പെഷ്യലായിട്ട് എൻ്റെ വീട്ടുകാരെ തന്നെ കൊണ്ടുവരാൻ വിചാരിച്ച്. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ അമ്മയെ കൊണ്ടുവന്ന് ചായ ഇടാൻ വേണ്ടിയിട്ട്. ഈ എപ്പിസോഡിൽ ഞാനൊരു എൻ്റെ ഫേവറേറ്റ് ഒരു തന്നെ കൊണ്ടുവന്ന. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. എന്തിന്? 10ാമത്തെ എപ്പിസോഡിലെത്തിയതുകൊണ്ട്. ഗൈസ്, ഈ പറഞ്ഞത് ഈ സംസാരിച്ചായിരുന്നു മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. വേറെ ആരുമല്ല, എൻ്റെ അനിയനാണ് ഗൈസ്. അനിയൻ ഏബൽ. എന്നെ ഇവിടെ പിടിച്ചു വെച്ചേക്കുവാണ്, ഇല്ല കെട്ടിയിട്ടേക്കുവാണ്. ഞാൻ പറഞ്ഞു വരൂലെന്ന്. ഞാൻ പറഞ്ഞു വരത്തില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അവനെ ബ്രൈബ് ചെയ്ത്. യെസ് 50 രൂപ തരണം. 50? എന്തിന്? എന്നെ ഗിഫ്റ്റ് വാങ്ങിച്ചെന്നല്ല. അതെനിക്ക് അറിയണ്ട ഗൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് വാങ്ങിച്ചെടുത്തു. എന്തായിരുന്നു ഗിഫ്റ്റ്? ഒരു സ്കെച്ച് ബുക്ക്. എടാ നീ അടുത്ത് വെക്കണം, മൈക്ക് കേൾക്കത്തില്ല. ഒരു സ്കെച്ച് ബുക്ക്. അത്ര അടുത്തോണ്ട്. സ്കെച്ച് ബുക്ക് യെസ്. ഇവനെ നന്നായിട്ട് വരയ്ക്കും ഗൈസ്. അപ്പം ആ കൂടി എന്താ കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന പരിപാടി അതായതുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കാന്ന് വിചാരിച്ചു. പറയാനാണല്ലോ, പിന്നെ ഭയങ്കര പ്രൊഡക്റ്റീവ് ആണല്ലോ. ഞാൻ പ്രൊഡക്റ്റീവാ. പറ. ദിവസേന വരക്കാവും. നീ പറ പ്രൊഡക്റ്റീവ്. നീ പറഞ്ഞോ. നമുക്ക് കാര്യം മാറ്റാം. ഇത് വേണ്ട. ഞാൻ പറയാം ഗൈസ്, ഞാൻ പ്രൊഡക്റ്റീവ് ആണല്ലേന്ന്. ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കുറെ അല്ലാതെ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചർച്ചിൽ അവിടെ ഇവിടെയൊക്കെ ചുമ്മാ കറങ്ങാൻ പോകുന്നില്ല, എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായിരിക്കും. ചുമ്മാ എന്തിനാണ് പോകുന്നത്? ഇവ വെറുതെയാണ് ഗൈസ് സ്കൂളിൽ പോകുന്നത്. വെറുതെ കൊള്ളാം. എന്നോട് സംസാരിക്കണ്ട. പോഡ്കാസ്റ്റ് എൻ്റെ ആക്കുന്നു. അങ്ങനെയല്ല ഗൈസ്, ഇവൻ വെറുതെ അല്ല സ്കൂളിൽ പോകുന്നത്, ഒരു ആവശ്യമില്ലാതെ. അതിരിക്കട്ടെ, നിന്റെ സ്കൂളിൽ എന്തുണ്ട് വിശേഷം? സിസ്റ്റർ ഈ വർഷം കൂടെ ഉള്ളൂ. നല്ല കാര്യം. പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ സിസ്റ്റർ. വേറെ സ്വപ്ന എന്ന് പറഞ്ഞ വേറെ സിസ്റ്റർ ആണോ? ഓക്കെ. നിങ്ങളുടെ ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ എങ്ങനെയാണ് സ്കൂളില്? നീ പോയാ? ഞാൻ പോയില്ല. നീ പോയില്ലേ? ഞാൻ ഒരു പ്രോഗ്രാമിന് പോകാറില്ല. ഓ സീൻ. അതെന്താടാ? അടിപൊളി. എനിക്ക് വാക്കുകളില്ല, കാര്യം ഞാനും പ്രത്യേകിച്ച് അങ്ങനെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞൂടാ. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പ്രോഗ്രാംസിൽ പണ്ടുണ്ടായിരുന്നു. യെസ് കേസ്, ഞാൻ പണ്ട് മൈമിനൊക്കെ ഉണ്ടായിരുന്നല്ലേ. 10th നൈസായിരുന്നു. ഞാൻ കുറച്ചധികം പിള്ളേരുണ്ടായിരുന്നു, നമ്മൾ ഫ്രണ്ട്സ് കുറേ ഉണ്ടായിരുന്നു. ഞാനും അപ്പം ആ സ്കൂളിൽ ആയിരുന്നു. മൈമിന് ഞാൻ +1 ആയിരുന്നപ്പോഴല്ല മൈമുണ്ടായിരുന്ന. കാര്യം ഞാൻ അഭിനയം ഞാനും ഒക്കെ ചെയ്തായിട്ട് ഓർമ്മ ഇല്ലേ? അതെ +1 തോന്നുന്നു. അല്ലല്ലോ 10th തന്നെ. കാര്യം ഡെന്നിസിന് ചിക്കൻ പോക്സ് ഒക്കെ വന്നു, എൻ്റെ കൂട്ടുകാരൻ ഡെന്നിസ്. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ചിക്കൻ പോക്സ് കഴിഞ്ഞിട്ട് വന്നപ്പോഴെന്താ 10th 11th വിശാലേട്ടനൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു എന്തോ എനിക്ക് ഓർമ്മയില്ല. 10th തോന്നുന്നു. ഇല്ല 11th ഏതെങ്കിലും ഉറപ്പില്ല. ഞാൻ അതിനല്ല ഇവിടെ. ഓക്കെ, അത് നമുക്ക് വിടാം ഗൈസ്. യെസ്, ഇന്ന് ഞാനും അനിയനും ഇങ്ങനെ സംസാരിക്കാൻ വിചാരിച്ചു. ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോറാവും തോന്നുന്നില്ല. ഹൈപ്പർ ആക്റ്റീവാ? നിന്നെ പറ്റി നിനക്ക് എന്താണ് തോന്നുന്നത്? പറയാ. ഞാൻ ഒരു നല്ലൊരു മനുഷ്യനാണ്. എന്നിട്ട് നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? അവൻ ശരിക്കും നല്ലൊരു മനുഷ്യനാണ്. കാര്യം പോഡ്കാസ്റ്റിന് വന്നല്ലോ. സാധാരണ വീഡിയോ എടുക്കാൻ വരൂല, ഒന്നും ചെയ്യൂല, പക്ഷെ ഇപ്രാവശ്യം പോഡ്കാസ്റ്റിന് വന്നു. യെസ്, നല്ല മനുഷ്യനാണ്. കാലൊന്നും പിടിച്ചില്ല. ഇതൊക്കെ വരുമെന്ന് ചോദിച്ചാൽ നീ പറയുന്നതെല്ലാം വരും. എന്നുവെച്ചാൽ ഞാൻ കട്ട് ചെയ്യും. അപ്പൊ ഈ കട്ട് ചെയ്യുന്ന കാര്യം പറയും. ഞാൻ ഇത് അൺഫിൽറ്റേർഡ് സാധനമല്ലേ. അത് ശരിയാണ്. നീ ധൈര്യമായിട്ടാണ്. നീ എന്നെ നോക്കുകയാണെങ്കിൽ മൈക്ക് ഇങ്ങനെ പിടിക്കണം. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒറ്റ കേബിളേ ഉള്ളൂ. അപ്പം ഒരെണ്ണം ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഒന്നുമില്ല ഇവിടെ. ഞാൻ ഒരു ഫോണും പിടിച്ചോണ്ടിരിക്കണം. അതും വലിയ ഹെവി ഫോൺ. വലിയ ഹെവി ഒന്നും അല്ല. ഇതിന് എത്ര കാണും വെയിറ്റ്? 1 കിലോ എങ്കിലും കാണും. 1 കിലോ അത്രയൊന്നുമില്ല. പിന്നെ നിന്റെ ലാപ്ടോപ്പിനുണ്ടല്ലോ കിലോ കണക്കിന് വെയിറ്റ്. അത് ഞാൻ 2 കൈ ഒന്ന് ഉപയോഗിക്കണം പൊക്കാൻ. ഇത് 1 കൈ വെച്ച് പിടിക്കാം. പിന്നെ നീ അത് വെള്ളം വെച്ച് പിടിക്കാനാ ഫോൺ? വെള്ളം യൂസ് ചെയ്യണം, അത് ശരിയാ.
ഇപ്പം അങ്ങനെ ഞാൻ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിൽ നിൻ്റെ അഭിപ്രായം എന്താ? എന്തായാലും ഈ വർഷം അവസാനിച്ചല്ലോ, അല്ല അവസാനിക്കാൻ പോവാണല്ലോ. അപ്പോൾ എന്തായാലും അടുത്ത വർഷത്തേക്ക് എന്തായാലും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ വർഷം എനിക്ക് സംഭവിച്ച നല്ല കാര്യങ്ങൾ കുറേയൊക്കെ വിട്ടുപോയി ഗൈസ്. ഞാൻ പറയാം അതൊക്കെ പറയാം. അപ്പം ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ അത് കേട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നാലും നിനക്കെന്താണ് പോഡ്കാസ്റ്റ് ഇനി അപ്ഗ്രേഡ് ചെയ്യേണ്ട, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം, അടുത്ത വർഷത്തേക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് പറ. അങ്ങനെ ചോദിച്ചാൽ നീ കേൾക്കാറുണ്ടോ പോഡ്കാസ്റ്റ്? ഞാൻ ആകെ 2 എപ്പിസോഡേ കേട്ടിട്ടുള്ളൂ. ഐ വിൽ ബി ഓണസ്റ്റ്, ഞാൻ 2 എപ്പിസോഡും കേട്ടു. പിന്നെ ഞാൻ ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. അമ്മ ഇടയ്ക്കിടയ്ക്ക് ടി വിയിലിട്ട് കേൾക്കും. അത് അമ്മ ഭയങ്കര ആഗ്രഹത്തോടെ ഭയങ്കര എന്താ പറയാ, ക്യൂരിയോസിറ്റി അങ്ങനെ പറയുമ്പോ ഭയങ്കര സന്തോഷത്തോടെ ഇടും. അവസാനം ഡിസപ്പോയിന്റഡ് ഫേസ് ആയിട്ട്. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിട്ട് അത് പോഡ്കാസ്റ്റ് ഇടയ്ക്ക് പാട്ടൊക്കെ പാടും. അതൊക്കെ കേൾക്കുമ്പോ ഞാൻ ആദർശം കൂടി എന്തോന്നായിരുന്നു കാത്തുവോ അതെല്ലാം പാട്ടൊന്ന് പാടി. ഞാൻ മറന്നേ, എനിക്കറിയത്തില്ല, ഒന്ന് പാട്. എനിക്കറിയത്തില്ല. എനിക്ക് പക്ഷെ ഒരു പാട്ട് ഓർമ്മ, അത് മറ്റേ അല്ലല്ല, ഇത് കാർട്ടൂണല്ല, ഇത് ക്രിസ്മസ് സോങ്. ക്രിസ്മസ് സോങ്? നിനക്ക് ഈ പാട്ടറിയോ? മറ്റേ ഉണ്ണീശു പിറന്നു കേട്ടിട്ടുണ്ട്. അയ്യോ പാടുന്നു, ഇങ്ങനെ നമ്മൾ പണ്ട് ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ സ്റ്റേജിൽ പാടുമായിരുന്നു സ്കൂളിൽ. ഈ വർഷം ആകെ 2 പ്രോഗ്രാമേ ഉള്ളൂ. എന്ത് പ്രോഗ്രാം? 5th 2 പിള്ളേർ ഡാൻസ് കളിക്കണതും പിന്നെ ഒരു സാന്റാക്ലോസും വരണം, അത്രേ ഉള്ളൂ. അത് 2 പ്രോഗ്രാം? ഓ അതാണ് പ്രോഗ്രാം. ഓ ഡാർക്ക്. നമ്മുടെ സ്കൂളിൽ കിടലാണ്. സ്കൂളിന്റെ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയായിരിക്കും. പറയണ്ട പ്രൊമോഷൻ ആയിപ്പോ. കാര്യം നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കുന്ന പോഡ്കാസ്റ്റ് തന്നെ. എല്ലാവരും അഡ്മിഷൻ എടുത്തു തരും. ചിലർക്ക് ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവും, അവരും ചിലപ്പം 10ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്നു. എനിക്കൊരു സംശയമുണ്ട്. അത്ര കിട്ടില്ലാണല്ലേ? ഞാൻ പഠിച്ചതുകൊണ്ട് പറയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇവൻ പഠിച്ചതേ സ്കൂളിലാണ് 12th വരെ പഠിച്ച. എനിക്ക് പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് വരെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 10th കഴിഞ്ഞപ്പോൾ ഇവനറിയാം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. അപ്പോൾ അതിൽ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. പക്ഷെ അതുവരെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു സ്പെഷ്യലായിരുന്നു. കാര്യം എല്ലാവരും ഭയങ്കര നമുക്കറിയുന്ന ടീച്ചേഴ്സ് തന്നെ, കുറേ നാളായിട്ട് തന്നെ അറിയുന്നത്, അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം, എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് നന്നായിട്ട് എന്താ പറയുക, സ്കൂളിൽ പുതിയതായിട്ട് ഒരാൾ വന്നപ്പോഴാണ് എല്ലാം പോയത്. അത് ശരിയാണ്. ആരാണോ പുതിയതായിട്ട് കുറേ പേര് അഡ്മിഷൻ എടുത്തു. അതിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ അത് പോട്ടെ. പിന്നെ നീ എന്താണ് പുതിയൊരു വർഷത്തേക്ക് പുതിയ ഡിസിഷൻസ് വല്ലതും എടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു? ഇല്ല. എന്തെങ്കിലും പറയണേ? ഇവ ഒന്നും പറയുന്നില്ല. ഞാൻ എല്ലാ വർഷവും ഞാൻ ഇപ്പം എങ്ങനെയാണ് അതേമാതിരി പോട്ടെന്ന്. എനിക്ക് എങ്ങനെ ഭയങ്കര ഇതൊന്നുമില്ല. എന്താണ് ഇപ്പൊ ഈ വർഷം എങ്ങനെയാണ് അടുത്ത വർഷം അതേമാതിരി തന്നെ, വേറെ ഒന്നുമില്ല. ഈ വർഷത്തെ പോലെ അടുത്ത വർഷം. ഈ വർഷം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പം വളർന്നോണ്ടിരിക്കുകയാണല്ലോ, അപ്പം അടുത്ത വർഷം നീ ഇങ്ങനെ ആയിരിക്കുമല്ലോ. കഴിഞ്ഞ വർഷത്തെ സൗണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, നിന്റെ സൗണ്ട്. ഇപ്പം വന്നിട്ട് ഒരുമാതിരി പാറക്കല്ലോരെന്ന് പോലത്തെ സൗണ്ടായി. ഞാൻ ഒന്നും പറയണേ. അടുത്ത വർഷം ഈ സൗണ്ട് ചിലപ്പം മാറുമല്ലോ. പറയാൻ പറ്റത്തില്ലല്ലോ. പറയാൻ ഞാൻ പോകല്ലേ? പോയി കഴിഞ്ഞാൽ പപ്പയും നിൽക്കും. കേസത്ത് റെക്കോർഡ് ചെയ്ത് രാത്രി 1 മണിക്കാണ്. 1 മണിക്കാണ് കേസ് അപ്ലോഡ്. ഇപ്പൊ ചെയ്യണോ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അല്ലെങ്കിൽ വേണ്ട, പറ. ചോദിക്ക്, നല്ലതാണെങ്കിൽ ചോദിക്ക്. എന്തായാലും സീനാണോ? US സംഭവിച്ച പറ. അറിയാം, എന്തിനാ ചോദിക്കാൻ. 2 ടവർ ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. അത് പറഞ്ഞപ്പോഴേ നീ അതിലെന്തോ ചെയ്തില്ലേ സ്കൂളില് പ്രോജക്റ്റ് ചെയ്തു. അല്ല, എക്സിബിഷൻ ചെയ്യാന്ന് വിചാരിച്ചു. അല്ലല്ല, എന്തോ സംഭവം എന്തോന്ന് പറ. ആദ്യം ഞാൻ ഇവിടെ പേര് പറ. ഞാൻ പറയാം 9/11 അങ്ങനെ പറഞ്ഞു. ചിരിക്കാൻ എന്തോ ചോദിക്കുന്നു. കുറെ ആൾക്കാർ അതിൽ ചത്തു, മരിച്ചു. അതിൽ ചിരിക്കാൻ ഒന്നുമില്ല.
ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആയിരുന്നു. അപ്പം ഞാൻ 2 ടവർ ഉണ്ടാക്കിക്കൊണ്ടുപോയി, എൻ്റെ കൂട്ടുകാരൻ പ്ലെയിൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ശരിക്കില്ലേ? ഞാൻ പറയണില്ല, നീ പറഞ്ഞ. നമ്മൾ പ്ലാൻ എന്ന് പറയുമ്പോൾ 2 എണ്ണം കുത്തിയിട്ട് ഒന്നിലൊരു ഹോൾ ഉണ്ടാക്കി പ്ലെയിൻ കുത്തി വെക്കുക. അതാണ് പ്ലാൻ. അല്ല, എനിക്ക് മനസ്സിലാത്ത എന്തിനാ ഇത് കാണിക്കുന്ന എക്സിബിഷന്? സോഷ്യലാണ്, ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു വെക്കാം. ഒരു ഗ്രേറ്റ് ട്രാജഡി ആണല്ലോ യൂസ്. ശരി ശരി. എന്തായിരുന്നു ആ ബിൽഡിങ്ങിന്റെ പേര്? ട്വിൻ ടവേഴ്സ്. അങ്ങനെ എന്തോ ആയിരുന്നുണ്ട്, എനിക്കറിഞ്ഞൂടെ. ഞാൻ ഇങ്ങനത്തെ ദുരന്തമൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ അല്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പാണല്ലോ. 2029 എപ്പോഴാണ്? 2029 എന്നാണ് എന്റെ വിശ്വാസം. സെപ്റ്റംബർ അല്ല 2021. എനിക്ക് ആകെ ഓർമ്മ സെപ്റ്റംബർ 9-ന് 11-നാണ്. 2029 അല്ല, 2009 അല്ല, 9 എനിക്ക് എന്തായിരുന്നു എന്റെ പേര്? ആരെങ്കിലും ഇപ്പം പിന്നെ ഒന്നുമില്ല. ഞാൻ ജനിച്ചേട്ടാ 11 സെപ്റ്റംബർ, ഞാൻ മാർച്ചിലല്ലേ. അപ്പൊ ഏവിയേഷൻ ജനിച്ചതിന് എത്ര മാസം കഴിഞ്ഞിട്ടാ? നീ പോടാ, അതൊന്നും കൂട്ടണ്ട. നമുക്ക് ചാറ്റ് GPT ചോദിച്ചാലോ? ചാറ്റ് GPT എനിക്ക് തോന്നുന്നത് ചാറ്റ് GPTക്ക് 2 വർഷത്തെ ഒരു ഡിലേ ഉണ്ട്. ഇപ്പൊ അത് അപ്ഡേറ്റ് ചെയ്യുന്നു തോന്നുന്നു. വാട്ട് അല്ല, ടെൽ എ ജോക്ക് അബൌട്ട് അത് പറയൂല. നോക്കാം. നമ്മൾ ഭയങ്കര ഡാർക്ക് ആട്ടോ. സോറി, ഐ കനോട്ട് കംപ്ലൈ വിത്ത് ദാറ്റ് റിക്വസ്റ്റ്. വൈ? മാന്യനാണ് നമുക്ക്. നീ പോടെ. ജോക്സ് അബൌട്ട് സെൻസിറ്റീവ് ടോപ്പിക്സ്, especially topic events like 9/11 can be hurtful or disrespectful. Tragic topic എന്നാണ് ചോദിച്ചത്. സെൻസിറ്റീവ് ടോപ്പിക് എക്സ്പെഷ്യലി ടോപ്പിക് എന്നാണ്. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ബട്ട് വൈ വെരി ക്രിഞ്ച്. എടാ, അത് തന്നെ ഇങ്ങോട്ട് മനസ്സിലായില്ലേ? 9/11 ഒരു ഗ്രേറ്റ് ട്രാജഡി ആയിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കളിയാക്കല്ലേ? ബി റെസ്പെക്ട്ഫുൾ. ഓക്കെ, ഡെഫിനറ്റ്ലി റെസ്പെക്ട്ഫുൾ ആണ്. നീ നിന്റെ പ്രോജക്റ്റ് ഒന്നും അസൈൻമെന്റ്സ് ഒന്നും ചാറ്റ് GPT യൂസ് ചെയ്യില്ല? നമുക്ക് ആ കാര്യം പറയണ്ട. നമുക്ക് 9/11 തിരിച്ചു പോവാം. ഞാൻ അത് സബ്മിറ്റ് ചെയ്തില്ല. അവസാനം 1 ദിവസം മുമ്പെയാണ് ഞാൻ പറഞ്ഞത് ടീച്ചറിനോട്, ഇവിടെ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ തന്നെ വെച്ച് അടുത്ത വർഷം പിള്ളേർക്ക് കാണാം. അപ്പൊ അവരെ കണ്ടുപിടിക്കും എന്തോന്ന് 9/11. എനിക്ക് മനസ്സിലായി, നീ വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വെച്ചെന്ന് പറയുമ്പോ ഞാൻ എല്ലാം കൊണ്ട് ചെയ്ത് അവിടെ വെച്ച് സ്കൂളിൽ വെച്ച് എന്നിട്ട് ടീച്ചറിനോട് പറഞ്ഞു. അപ്പം അവസാന എക്സിബിഷന്റെ തലേന്നാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറയണമായിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു പിന്നെ സ്ഥലമില്ല, പെയിന്റ് ഒന്നും അടിച്ചില്ല, നേരെ ഒന്നും വെച്ചില്ല. അപ്പൊ ടീച്ചർ കണ്ടു പറഞ്ഞു കുഴപ്പമില്ല വെക്കണ്ട എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, 2 ടവർ ഉണ്ടാക്കി ഒരു പ്ലെയിൻ കുത്തിക്കയറ്റി വെച്ചു. പക്ഷെ ആൾക്കാർ സംഭവം എനിക്ക് തോന്നേ വരുമ്പോ എന്ന് വെച്ചാൽ ഇപ്പം എക്സിബിഷൻ കാണാൻ ആരെങ്കിലും വന്ന് നിൽക്കട്ടെ, അപ്പൊ അവര് വന്ന ഉടനെ ശോകം സാധനം പറയണോ? ഞാൻ അവിടെ ചെയ്തെന്തോന്ന് പറയട്ടെ ആൾക്കാരോട്. ഞാൻ ഒരു പൂവ്, ഒരു ഫ്ലാഗ്, പിന്നെ ഞാൻ അല്ലല്ല ടീച്ചറിനെ ഏൽപ്പിച്ച് ഞാൻ ആൾക്കാരെ മുഖത്ത് നോക്കിയിട്ട് ചൂസ് എനി വൺ ഓഫ് ദീസ് എന്നിട്ട് അവര് പോവാണ്. യു ആർ എ സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എത്ര പ്രാവശ്യം ചോദിച്ചെന്ന് അറിയാമോ? പൂക്കൾ എടുത്ത സോഫ്റ്റ് ഹാർട്ടഡ് അല്ലേ, ഫ്ലാഗ് എടുത്ത എന്താ പറയാ ഹിറ്റ്ലറാ? ഇന്ത്യയിലെ ഫ്ലാഗ് എടുത്ത ഹിറ്റ്ലർന്നു. പേട്രിയോട്ടിക് പേഴ്സൺ. പിന്നെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു, ബുക്ക് വാമാണെന്ന്. യു ആർ എർണാഡ്, യു ഷുഡ് ഗോ കിൽ യുവർ സെൽഫ് എന്നൊക്കെ പറയാം. അത് ഞാൻ വന്നാൽ ഞാനും ബുക്ക് എടുക്കും. ഞാൻ വായിക്കുന്നുണ്ടോ ബുക്ക്? ഇല്ല, ഞാൻ ബുക്ക് എവിടെ പോയാലും ഞാൻ ബുക്ക് എടുക്കും. സ്വന്തമൊക്കെ പൊക്കി കേൾക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു ആൾക്കാർ. ഞാൻ എന്തോ പറയണ എൻ്റെ വീട്ടില് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരിക. അപ്പം എല്ലാവരും നോക്കുമ്പോൾ അവിടെ കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും, വരച്ചോണ്ടിരിക്കും. അമ്മരൊന്നും ആരും സംസാരിക്കില്ല.
ഇപ്പം റീസെന്റ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഡാനില്ലേ, എനിക്കറിയോ ഡാനിനെ? അങ്ങനെ പേരൊന്നും എനിക്കറിയത്തില്ല. ഒരു ഹൈറ്റ് ഉള്ളൊരു പയ്യനുണ്ടല്ലോ, എല്ലാവർക്കും ഹൈറ്റുണ്ട്. ശരിയാ, അവനെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഡാൻ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ബുള്ളറ്റിലാണോ? അതെ. അപ്പം അവൻ വന്ന് ഇവൻ്റെ അടുത്ത് ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. വേറെ ആരും സംസാരിക്കാൻ ഇവൻ്റെ അടുത്ത് ആർക്കും സംസാരിക്കാൻ തോന്നുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇവൻ ആര് സംസാരിച്ചാലും സത്യം എന്നുവെച്ച് എന്തോ ഒറ്റ വാക്കി നിർത്തിയിട്ട് പിന്നെ അവൻ്റെ പണി ചെയ്തോണ്ടിരിക്കും. അപ്പൊ ആർക്കായാലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അന്ന് ഒരു ദിവസം വന്നപ്പോൾ ഡാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. ഏത് ബുക്ക്? പേര് പെട്ടെന്ന് ദ ബിഗിനിങ് ഫ്രം ദ എൻഡ് അങ്ങനെ എന്തോ. അതൊരു കോമിക് മാതിരി. കോമിക് ബുക്കാ? അത് കണ്ടപ്പം ചേട്ടൻ പറഞ്ഞ് വായിക്കണമെന്ന്, കൂടെ വായിക്കണമെന്ന്. അതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടത്. ഓക്കെ. നീ മറ്റേ ഇടയ്ക്കൊരു ബുക്ക് വാങ്ങിച്ചില്ലേ, ഒരു കോമിക് ബുക്ക്? അത് കൊള്ളൂല. കൊള്ളത്തില്ല. പേരെന്തോ? ബ്ലാക്ക് ക്ലോവർ. സീൻ. ഇനിയിപ്പോൾ അതിൻ്റെ ഫാൻസ് 5 ഇപ്പം. അത് കൊള്ളൂല. ഞാൻ ഭയങ്കര ഇതോട് വായിച്ചത്. നീ എത്ര ബുക്ക്, ഏതൊക്കെ കോമിക്സ് വായിച്ചിട്ടുണ്ട്? ഡീമൺ സ്ലെയർ പറയരുത്, കാര്യം അത് എല്ലാവരും കൊള്ളൂല. അല്ല അത് ഓക്കെ, അതിപ്പം ഭയങ്കര ഒരു എന്താ പറയുക ഓവർ റേറ്റഡ് സാധനമാണ്. നീ എന്തിനാടാ ഇതൊക്കെ പറയുന്നത്? അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് കൊള്ളൂല. എൻ്റെ സ്റ്റോറി കൊള്ളത്തില്ല, എൻ്റെ പ്ലോട്ടൊന്നും കൊള്ളൂല. മുസാന് മറ്റേ മെയിൻ പിള്ളേരാണെങ്കിൽ എല്ലാവരെയും കൊല്ലാന്നേ ഉള്ളൂ ഒറ്റയടിക്ക്. ശരിയാ. അവർ ഭയങ്കര ലാഗാക്കി മെയിൻ ക്യാരക്ടറും കൊള്ളൂല. വെരി ട്രാഷ്. അവൻ അത്രയും പവർഫുൾ അല്ലല്ലേ? പവർഫുൾ അല്ല കാര്യം, അവൻ വെരി ബോറിങ് ക്യാരക്ടർ. എന്തോ ബോറിങ്. എന്നാ നീ ഒരു കോമിക് എഴുത്, നീ പറ. ഞാൻ നാളെ നോക്കും, ഞാൻ എഴുതി കൊണ്ടുവരും. എന്നാ ചാലഞ്ച്. ഞാൻ 2 ദിവസം കൊണ്ടുമ്പോ മറന്നു. എന്നെ പറയല്ലേ, നീ ആരായിരുന്നേ? എടാ അതല്ല, ചാലഞ്ച് യുവർ സെൽഫ്. ഇല്ലല്ല, അടുത്ത വർഷം ഈ സമയം നീ ഒരു ബുക്ക്, ഒരു കോമിക് സ്ട്രിപ്പ് ചെയ്യ്. ഞാൻ പറഞ്ഞ കേട്ടാ, അടുത്ത വർഷം ഇതേമാതിരി സെയിം ലൈഫ് കൊണ്ടുപോകണമെന്നാണ്. എടാ പോടാ, അങ്ങനെ ചെയ്ത ഒരു ലൈഫിൽ എക്സൈറ്റ്മെന്റ് ഇല്ല. എനിക്ക് വേണ്ട. നീ പോടി, ഇവനെ പോരത്. എന്ത് ചെയ്ത? അതാണ് ഞാൻ 10ാമത്തെ എപ്പിസോഡ് എന്നെ കൊണ്ടുവന്നത്. 10ാമത്തെ എപ്പിസോഡ് ഇത് ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നു കേസ് ഇത് സീസൺ ഫിനാലെ ആക്കിയാലോ. ഇയറിൻ്റെ ആയല്ലോ. എന്ത് പറഞ്ഞു? ആക്ച്വലി സീസൺ ഫിനാലെ വേണമെങ്കിൽ നമുക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഒന്ന് ആക്കാല്ലേ? ഇനി അത് കുറേ മാസങ്ങളുണ്ട്. 3 മാസം കൂടെ ഉള്ളൂ. ജാനുവരി ഫെബ്രുവരി 3 മാസം സെറ്റായിരിക്കും സീസൺ ഫിനാലെ. അത് നമുക്ക് പപ്പേനെ എടുക്കാം. പപ്പ വരൂല്ലേ? പപ്പ വേണമെങ്കിൽ വരാന്ന് പറഞ്ഞു, ഇന്ന് രാത്രി ചെയ്യാന്ന്. ചുമ്മാ അമ്മ പറഞ്ഞു ഞാൻ ഇന്ന് ലേറ്റാവും കിടക്കാന്ന് പപ്പയോട് പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പം ഇവിടെ പോഡ്കാസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞു. വിളിക്കാറുന്നല്ല. അപ്പൊ അമ്മയോട് പറഞ്ഞു വരണ്ടോ? അമ്മ പറഞ്ഞു വരണ്ട, കുഴപ്പമില്ല. അങ്ങനെ പപ്പേനെ അപ്പൊ ബ്ലാക്ക് മെയിൽ എന്തൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാല്ലേ? ഇപ്പൊ മനസ്സിലാക്കാൻ ഇവനെന്താ ഇവിടെ ഇരിക്കുന്നത്? ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? നിനക്ക് വേണ്ട സാധനമല്ലേ ഞാൻ വാങ്ങിച്ചു തന്നെ. പക്ഷെ ഭയങ്കര വലുതായി പോയി. അതേ കിട്ടിയുള്ളൂ. A4 സൈസേ കിട്ടിയുള്ളൂ. A4 ആണോ അത്? A4 സൈസേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് അത് വാങ്ങിച്ചു. ഞാനും വാങ്ങണമെന്ന് വിചാരിച്ചു, എനിക്കും വേണമെന്നായിരുന്നു. ഇപ്പൊ എന്റെ ഇരിക്കുന്ന ഒരെണ്ണം തീരാറായി. ഒരെണ്ണം തീർന്നു. എന്താ? അമ്മേനെ അടുത്ത പൈസ ഇട്ടപ്പോ ഞാൻ അമ്മേനെ പൈസ എടുത്ത് വാങ്ങിക്കും. അപ്പൊ ഞാൻ തരാം. അല്ല നീ ഓർഡർ ചെയ്യുമ്പോൾ 2 എണ്ണം ഓർഡർ ചെയ്യും. 2 എണ്ണം ആയിട്ട് അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ അത് A6 തന്നെ വാങ്ങിക്കും. ഇതല്ല, എനിക്ക് മറ്റേ കുറച്ചും കൂടെ വലുത് നേരത്തെ ഇരുന്ന A5. ഇതാണ് വേണ്ട. ഇതാകുമ്പോൾ എനിക്ക് പോർട്രേറ്റ്സ് വരയ്ക്കാൻ എളുപ്പം. ഗൈസ് ഞാൻ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ പടം വരച്ചു തുടങ്ങി. ഗൈസ് പടം വരയ്ക്കുന്നത് ഞാൻ കുറേ നാളായിട്ട് നിർത്തി വെച്ചേക്കാം. ഞാൻ എൻ്റെ പെയിന്റിങ്സ് ഒക്കെ നീ കണ്ടിട്ടില്ലേ, ഞാൻ പണ്ട് വരച്ചിട്ടുള്ള. പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല ഞാൻ പെയിന്റ് ചെയ്യുന്നു. എനിക്ക് വലുതായിട്ട് ഓർമ്മയില്ല, എന്നാലും കൂടെ പറഞ്ഞല്ലേ. വാട്ടർ കളർ അതാണോ? അതൊക്കെ ഓർമ്മയുണ്ട്, അല്ലാതെ വേറെ ഒന്നും ഓർമ്മയില്ല. ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് വരയ്ക്കുന്നത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ സമയം എടുത്ത് വരയ്ക്കാൻ താല്പര്യമില്ല. എനിക്കും സത്യമല്ലേ, എനിക്ക് സ്പീഡ് റൺ ചെയ്യണം. മൈൻക്രാഫ്റ്റ് മാത്രമല്ല സ്പീഡ് റൺ, അല്ല എല്ലാ ഗെയിമും സ്പീഡ് റൺ. ഓ സീനാണ് ഗൈസ്. അപ്പം പിന്നെ അവിടെ നീ ഗെയിംസ് ഒക്കെ എന്തോ ഇപ്പൊ ഏതൊക്കെ ഗെയിം കളിക്കുന്നത്? ഞാൻ ഒരു സെക്കൻഡ്, ഇവൻ മനുഷ്യർ കളിക്കുന്ന ഗെയിംസ് അല്ല കളിക്കുന്നത് പൊതുവെ.
ഞാൻ ഇപ്പം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, പോപ്പുലർ ഗെയിംസ് അല്ല കളിക്കുന്നത്. മൈൻക്രാഫ്റ്റ് പിന്നെ പോപ്പുലർ അല്ലേ? അങ്ങനെയല്ല, എനിക്ക് അറിയണ്ട. പോപ്പുലർ ആയിരിക്കും, ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തു. ഞാൻ കളിക്കുന്ന എല്ലാം പോപ്പുലറാണ്. എപ്പിന് തോന്നുന്നത് പോപ്പുലർ അല്ലാണ്. കാരണം എപ്പിച്ച് അതറ ഗെയിമിങ് ഇതിൽ ഇല്ല. ശരിയാണ് കേസ്. ഞാൻ അധികം ഗെയിമിങ് വിട്ടിട്ട് കുറേ നാളായല്ല, ഞാൻ ഒരുപാട് നാളായി. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഗെയിമുമായിട്ട്. നല്ല കാര്യം. അയ്യോ പ്രായമായിരുന്നു. അല്ല ശരിക്കും ഞാൻ പണ്ടും ഇങ്ങനെയായിരുന്നു, കുറച്ച് കളിച്ചിട്ട് പിന്നെ അങ്ങ് മാറുമല്ലേ. അല്ല പിന്നെ പണ്ട് ഓരോ ഗെയിംസ് ഡൗൺലോഡ് ചെയ്യും, കുറച്ച് നേരം കളിച്ചിട്ട് പോകും. ആദ്യം കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, അവസാനം വെച്ച് പോകും. എന്ത് ചെയ്യാം ഗൈസ്, അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ മാക് ബുക്ക് വാങ്ങിച്ചത്. അതാകുമ്പം ഓപ്ഷനില്ല. പക്ഷേ മാക്ക് ഗെയിമിംഗ് കൊണ്ടുവരും. മാക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗൈസ് ഞാനൊരു സംഭവം പറഞ്ഞു. മറ്റേ ആപ്പിൾ വാച്ച് നിർത്തി. മറ്റേത് അതില് എന്തോന്ന് ഹെൽത്തിന്റെ ഒപ്റ്റിക് മറ്റേ എന്തായിരുന്നു, BP ആണോ മറ്റേ ഓക്സിജൻ ലെവലോ എന്തോ നോക്കുന്ന സെൻസർ, അത് സൂം ചെയ്തോ? ഒരു കമ്പനി സൂ ചെയ്തു. കാര്യം അവരെ ടെക്നോളജി കോപ്പി ചെയ്യുന്ന അവർക്ക് പേറ്റന്റും പരിപാടി ഉണ്ടായിരുന്നു. ആപ്പിളിനൊരു വന്നടിയായിപ്പോയി ഗൈസ്. കുഴപ്പമില്ല, അവർ ഇത്ര $multi-billion കമ്പനിയല്ലേ, അവർക്കിതൊന്നും വലിയ നഷ്ടമൊന്നുമല്ല. വാങ്ങാൻ ആൾക്കാരും ഉണ്ട്. വേണമെങ്കിൽ eBay ഇപ്പം വാങ്ങിച്ചാൽ ലാഭമായിരിക്കും. അല്ല ഇപ്പം നിർത്തിയ പൂർണ്ണമായിട്ട് ആമസോണിലൊക്കെ കാണും. അപ്പൊ ഇപ്പൊ വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കാലം കഴിയുമ്പോ ഞാൻ വില വിളിച്ചു കാലം കഴിയുമ്പോ അതിന്റെ വില കൂടും, പ്രൈസ്. എനിക്ക് തോന്നുന്നേ ഇനി അടുത്ത കാലത്ത് ആപ്പിളിന്റെ വാച്ച് വരാൻ ചാൻസ് ഇല്ല. ഒരു മിനിമം ഒരു അടുത്ത കാലം എന്ന് പറഞ്ഞ ഒരു 7-8 മാസം, അത് അത്ര അത്യാവശ്യം. കാര്യം അവര് ഡെവലപ്പ് ചെയ്യണല്ലോ, അവർ ഒട്ടും പ്രതീക്ഷ കാണത്തില്ല. അവര് കുറെ മോഡലാക്കി ഈ സെയിം ചെറിയ ചേഞ്ചസ് ഒന്നും കാണൂല. അല്ല ഇത് മാത്രം മാറ്റും. അല്ല അതല്ല ഞാൻ പറഞ്ഞ, സെൻസർ മൊത്തത്തിൽ മാറ്റണ്ടേ? സെൻസർ മാറ്റും, ബാക്കിയുള്ള സാധനങ്ങൾ അടിച്ചേപ്പിക്കും. എന്നാ പിടിച്ചു. ഇപ്പൊ ഇത്രയും ബാക്കി വരുമല്ലേ ഇതില്ല, ഇവര് ഇത്രയും സ്റ്റോക്സ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുമല്ലേ, അപ്പൊ അതെല്ലാം അവിടെ കൊണ്ട് കളയും. ഇവര് ഇതെടുത്ത് മാറ്റിയിട്ട് വീണ്ടും ആ ലേബിളിലിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പൊ അത് സെയിം സാധനമല്ലേ, അതിന് 2-3 മാസം ഒന്നിന്. അവരൊന്നും അറിയണ്ട, ഇവർക്ക് മനസ്സിലാകത്തില്ല എന്തായാലും ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായില്ല, പക്ഷെ എനിക്ക് ഏതാണ് മനസ്സിലായത്, ശരിയായി നീ പറയുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് മറ്റേ ഇപ്പൊ സെൻസറിലല്ലോ ആ ഒരു സംഭവം. അപ്പൊ അത് അവര് ഫിഗർ ഔട്ട് ചെയ്യണ്ട, എന്ത് ചെയ്യണം, അടുത്ത് എന്ത് ചെയ്യണം, എന്നിട്ട് അത് എങ്ങനെ വെക്കണം, എങ്ങനെയാണ്, കുറെ പരിപാടി ഉണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ അതിന് ലാഗ് വരും എന്നേ ഉള്ളൂ, അല്ലാതെ ബാക്കി എല്ലാം സെയിം ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഓവർ ദി ഇയർ ഇവർ ഇമ്പ്രൂവ് ചെയ്യുമെന്ന്. അല്ലല്ല, സെൻസറിന്റെ ഇപ്പോഴത്തെ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. കാര്യം ഇനി വരുന്ന സെൻസർ മേ ബി ദാറ്റ് മച്ച് ഇത് പവർ ആക്യുറേറ്റ് ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പെട്ടെന്ന് എങ്ങനെ ഒരു കമ്പനി അവർക്ക് പറ്റും, അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് വേറെ അവിടെ നിന്ന് വാങ്ങാനൊക്കെ പറ്റും, അതൊന്നും സീനൊന്നുമില്ല. അല്ലെങ്കിൽ എന്തോ ഇതൊരു ഫൈൻ അടച്ചാൽ പോരും, അല്ലെങ്കിൽ അവരുമായിട്ട് ടൈ അപ്പ് ആവണം ആ കമ്പനിയായിട്ട്. പൈസ ഇരിക്കില്ലേ, വാരി എറിയാൻ പറയാം, എന്തൊരു പറയാൻ. പിന്നെ സീനാണ് ഗൈസ് ആപ്പിള്. നീ എന്താ ആപ്പിളിന് ഒരു പുച്ഛം? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല, കൊള്ളാം. ഞാൻ ഇങ്ങനെ പിന്നെ പറ, നീ ഏതൊക്കെ ഗെയിംസ് കളിക്കുന്നുണ്ട്? ഞാൻ ഇപ്പം ആകെ റോഡ് ബ്ലോക്സ് നിർത്തി, മൈൻക്രാഫ്റ്റ് മാത്രം. കൂട്ടുകാരൻ ഓൺലൈനുണ്ട് മൈൻക്രാഫ്റ്റ് കളിക്കാൻ. ഇച്ചിരി ഉറക്കെ പറഞ്ഞാൽ ഊതല്ലേ സീനാണ്. വല്ല ഐസ് ഉണ്ടാകുന്ന ഈ കടിച്ചിട്ട് ASMR എന്നും പറയാന്ന്. സീൻ. അവിടെ മൈൻക്രാഫ്റ്റ് എങ്ങനെയാ? ഞാൻ പണ്ട് നിന്റെ കൂടെ കളിക്കുമായിരുന്നു ഫോണിൽ. അത് ശരിക്കും എനിക്ക് മൈൻക്രാഫ്റ്റ് പേടിയാ. അത് രാത്രി ഇതല്ലേ സോംബീസ് ഒക്കെ സ്പോൺ എന്തിനു ജീവിക്കണം. എടാ നീ മറ്റേ ഇടയ്ക്കൊരു മറ്റേ ടെഡി ബിയർ പോലത്തെ സാധനമല്ലേ, അങ്ങനെ തോന്നുന്നു. അതിന്റെ മൂവി വരാൻ പോവാ. അത് ഫ്രെഡിന്, അത് വേറെ അതിന്റെ സിനിമ ഇറങ്ങിയില്ല. വരാൻ പോവാ. അതിന്റെ പേരെന്തോ? പോപ്പി പ്ലേ ടൈം അങ്ങനെ തോന്നുന്നു. അതിന്റെ തുടക്കം മാത്രമേ ഞാൻ കളിച്ചുള്ളൂ. ഞാൻ ഫുള്ളും കളിച്ചെടുത്തു. ചാപ്റ്റർ 2. അയ്യോ ഗൈസ്, അതിലൊരു ചെറിയൊരു ജംപ് സ്കെയർ കണ്ടപ്പോൾ എനിക്ക് പേടിയാ, പിന്നെ ഞാൻ കളിച്ചില്ല. പേടിത്തൊണ്ടനൊന്നുമല്ല, എനിക്ക് കൊതിയുണ്ട്. ഞാൻ അങ്ങനെയല്ല, അത് കുറച്ചമ്മ മാറിക്കൊള്ളൂടാ. ലൈഫ് എക്സ്പീരിയൻസ്. ഗോസ്റ്റ് കാണുമ്പോ ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല.
പേടിയോ? ശരിക്കും ഞാൻ പറയട്ടെ, സിനിമയെ കാണിക്കുന്ന പോലെ പാട്ടിട്ടുണ്ടെന്നായിരിക്കുമല്ലോ ഗോസ്റ്റ് വരുന്നത്. നമ്മൾ പാട്ടിടണം, അപ്പം ബീറ്റിനൊത്ത് ഇങ്ങനെ ഡാൻസ് കളിച്ചു വരും. അയ്യോ പണിപ്പാളിയിലോ വിളിച്ചു പടിയിറക്കെ അരുമില്ലല്ലോ സീനായിരിക്കും. അതാരെ പാട്ടായിരുന്നു? മറ്റേ എൻജോയ് നീരജ് മാധവ് അറിഞ്ഞൂടെ? പേര് പറഞ്ഞ ആരെയും എബിസിന്റെ പേര് പറഞ്ഞ് ഞാൻ മറന്നു. എനിക്ക് എന്താ പേര് പറഞ്ഞ എനിക്ക് ഓർമ്മ. ദൈവമേ, നീ കമ്പ്യൂട്ടറിൽ നിന്ന് കുറച്ച് നാൾ മാറിയിരിക്കും. നീരജ് മാധവ് ആര് ഞാൻ കാണിച്ചുതരാം. ഇവ എന്താണ് കേസ് ഇങ്ങനെ? മറ്റേ ഒരു സിനിമയിലുണ്ട് മറ്റേ അടികപ്പേറെ കൂട്ടമണി, മറ്റേ ഇതിലുള്ള RDX. അത് തന്നെ. യെസ്, എനിക്ക് ഓർമ്മ വന്നു ഗൈസ്. നീരജ് ചോപ്ര മാധവ്. എനിക്ക് മനസ്സിലായ? ഓ, ഒരു ഫൺ ഫാക്ട്, ഇവന്റെ അനിയനാണ് മറ്റേ പണ്ട് കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, TV സീരിയൽ. ഞാൻ അതൊന്നും കാണാറില്ല. ഏഷ്യനെറ്റ്. ഓ, അതൊക്കെ എനിക്ക് പണ്ടത്തെ ഇതായിരുന്നു കേസ്. 33 വയസ്സായിട്ടോ അവന്. ഇൻസ്റ്റാഗ്രാമില് ഡേസി ബോയ് സ്റ്റിൽ ബൈ യാമി. അതാര്? യാമി ഒരു ക്യാരക്ടറാണ്. എന്തിന്റെ? ഞാൻ പറഞ്ഞൊരു ബുക്ക് വെറും പരമാണ്. അതിൽ നല്ലൊരു ക്യാരക്ടർ. അല്ല, എനിക്ക് തോന്നുന്നു ഇതേതോ ഇൻസ്റ്റാഗ്രാം ഫോട്ടോഗ്രാഫർ അല്ല, ഫോട്ടോഗ്രാഫർ ആണ്. അതെ യാമി എന്ന് പറഞ്ഞിട്ട് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് ഇട്ടായിരുന്നു. ആരെങ്കിലും എന്നെ സഹായിക്കണം. എന്നെ ഇവിടെ കെട്ടിയിട്ടേക്കുവാണ്. അത് പറഞ്ഞപ്പോഴാ ഇപ്പം കിഡ്നാപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഭയങ്കര പാടാന്ന് തോന്നുന്നു. അത് എങ്ങനെ അറിയാം? അല്ല അങ്ങനെയല്ല കേസ്. മറ്റേ ഒരു കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തല്ലോ. ഞാൻ ഇങ്ങനെ കേട്ടതാ, ആ കൊച്ചിനെ എന്തോ ഇങ്ങനെ പോലീസുകാര് കണ്ടുപിടിച്ചത് എവിടെ കൊണ്ട് ഇറക്കിയിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ആ കൊച്ചിന്റെ അടുത്ത് ചോദിച്ചപ്പോ കൊച്ചിനെ എന്തോ ഒരു പാട്ട് കേൾപ്പിക്കോ എന്തോ സംഭവിച്ചു. അപ്പൊ അവര് അതിന്റെ IP അഡ്രസ് വെച്ച് കണ്ടുപിടിച്ചു ആ സമയത്ത് ആരെ പ്ലേ ചെയ്തത്. ഞാനും എനിക്ക് പിള്ളേരെ കിഡ്നാപ്പ് ചെയ്യുന്നല്ലേ ഉള്ളൂ. ഞാൻ 2 മുട്ടായി കാണിച്ചോളൂ. അല്ല, ശരിക്കും ഇങ്ങനെ കുറെ അഡ്വാൻസ് ടെക്നോളജി അങ്ങനെയല്ല, ഇച്ചിരി സെക്യൂരിറ്റി ഇച്ചിരി കൂടെ ഉള്ളതുകൊണ്ട് കണ്ടുപിടിച്ചു. അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു അവര് വെൽ പ്രിപ്പയർഡ് എന്നല്ലാരും ചാടിക്കേറി മണ്ടന്മാരായി തോന്നുന്നു. പക്ഷെ മണ്ടന്മാരെ എത്ര ഇന്റലിജൻസ് ഉള്ളവരാണെങ്കിലും എത്ര പ്ലാൻഡ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഇച്ചിരി പാടാ. വിത്തൗട്ട് എന്താ പറയാ, അത്ര ഹോൾഡ് ഉള്ളവർക്കെ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു, ഇല്ലേ? എനിക്ക് ഇങ്ങനത്തെ കാര്യം അറിയത്തില്ല. ഓ, ഞാൻ ചോദിക്കുന്ന ആള് മാറിപ്പോയി. നീ 10-ലല്ലേ? ഓ യെസ്, 10-ലാണ്. നീ ഇത് കഴിഞ്ഞിട്ട് എന്തൊരു പ്ലാൻ പറയൂല? സീൻ എന്റെ പ്ലാൻസ് ഒന്നും പറയില്ല കേസ്. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. പുതിയ വർഷമാകുമ്പോ പുതിയ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് ലൈഫിലെടുക്കണം. സത്യം പറയല്ലോ, ഞാൻ ചാലഞ്ച് എടുത്തു. 10 ദിവസം കഴിഞ്ഞിട്ട് നിർത്തൂലേ? ഇല്ല, നിർത്തും. എന്താ ഞാൻ നിർത്തിയിട്ടുള്ളത്? എന്തൊക്കെയാ നിർത്തിയിട്ടുണ്ട്? പടം വരയ്ക്കാൻ നിർത്തിയിട്ടില്ലേ? എന്റെ എത്ര വർഷങ്ങൾ ശേഷം വീണ്ടും വരയ്ക്കണം. അതിപ്പോ ഞാൻ തുടങ്ങി. തുടങ്ങുന്നതിന് എനിക്ക് ക്രെഡിറ്റ് കൊടുക്കണം. തുടങ്ങാൻ കാര്യം തിരുവല്ലയിലുള്ള ജോയിൻ ചേച്ചി കാരണം. അതാര്? എനിക്കറിഞ്ഞൂടാ, EU-ലുള്ള ചേച്ചി. അപ്പം തിരുവല്ലയിലുള്ള ജോയിൻ ചേച്ചി ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചോണ്ടിരുമ്പോൾ ചേച്ചി ഇങ്ങനെ പറയാം, അത് നീ വരയ്ക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഡെയിലി ചേച്ചിയും വരയ്ക്കും ഞാനും വരയ്ക്കും. അങ്ങനെ വെച്ചു. അപ്പം ചേച്ചി നമുക്ക് ഡെയിലി വരയ്ക്കാൻ പറ്റുന്നില്ല, പക്ഷേ മേ ബി ഒരു ദിവസം 2 പടം അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് എന്താ ഞാനിപ്പോൾ വരയ്ക്കുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ പറയുക, ശരിക്കും എനിക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത്രയ്ക്കൊരു കറക്റ്റ് ആവുന്നില്ല. പിന്നെ കാർട്ടൂൺ ആയതുകൊണ്ട് വലിയ സീനില്ല. കാരിക്കേച്ചർ എന്ന് പറയാൻ പറ്റൂല, ഞാൻ വരയ്ക്കുന്നില്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ വരയ്ക്കുന്നത്. നീ എന്താണ് ഫോക്കസ്? ആനിമയാണോ കാരിക്കേച്ചറാണോ? എന്തോ? ഞാൻ ഒന്നും വരയ്ക്കില്ല, എനിക്ക് തോന്നുന്നു അത്ര തന്നെ. ഇപ്പൊ നീ മറ്റേ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണല്ലോ നോക്കുന്നവരൊക്കെ. ഒരു പിടി എനിക്ക് അപ്പം തോന്നുന്ന അപ്പം ചെയ്യും. എന്റെ അപ്പം തീർക്കും. അപ്പൊ കുഴിയണമെന്നില്ലല്ലേ? അപ്പം ചുരം കുഴിയണമെന്നാണ്.
ഭയങ്കര എന്റർടൈനിങ് ആണെന്ന് തോന്നുന്നില്ല. ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പോഡ്കാസ്റ്റ്. സത്യം പറയല്ലോ ഗൈസ്, ഞാൻ കള്ളത്തിനെ പറയാറില്ല. ഒയ്യോ എന്താ അയ്യോ, ഇന്ന് നമ്മൾ സത്യം പറയാലോ, എന്നാ ഇത് പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് എന്നെ തുറന്നു വിളിച്ചടിക്കും. എന്താണ് നീ ഞാൻ പറയാം. ഇന്ന് എൻ്റെ വീട്ടില് ഗസ്റ്റ് ഉണ്ട്. അപ്പം ഇവന് മുറി കിടക്കാൻ പറ്റൂല. അപ്പൊ ഗസ്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഇവൻ എൻ്റെ മുറിയിലാണ്. എന്തായാലും ഇവൻ ഇവിടെ ആയതുകൊണ്ട് ഞാൻ എന്താ ലൈറ്റ് ഓഫ് ചെയ്യൂല. അപ്പം ആ ഒരു സമയത്ത് നൈസായിട്ട് ഇവന്റെ മൈക്ക് കൊടുത്തിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് എടുക്കുകയാണ്. അതാണ് സംഭവം. ഞാൻ രാവിലെ എടുക്കാന്ന് വെച്ചാൽ പിള്ളേരുടെ സൗണ്ട് മനസ്സിലായി. ഞാനും ഓട്ടോ ആയിരുന്നു. ഇന്ന് ശനിയാഴ്ച 23. ആക്ച്വലി ഈ എടുത്ത് തുടങ്ങിയത് നമ്മൾ 12 മണി 22 12 മണിക്ക് 11 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം 1 മണി 1:30 അല്ലേ? ഓക്കെ, 1:30 ആയി. ഇതിനിടയ്ക്ക് കുറച്ച് ലാഗായിപ്പോയി, അതൊക്കെ കട്ട് ചെയ്ത് കാണുമായിരിക്കും. കാര്യം ഞാൻ ഇനി ചെയ്യാൻ പോണ കാര്യമില്ലേ. യെസ്, ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ ആരെങ്കിലും കട്ട് ചെയ്ത് കാണാം, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇന്ന് ഒരു വൈകിട്ട് 6 മണിയാകുമ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്. ലൈക്ക് കുറച്ച് പേര്, പരിചയമുള്ള കുറച്ച് പേര് ബാൻഡായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ലുലു മോളിൽ വെച്ച്. അപ്പോൾ അത് 6 മണിക്ക് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് കുറച്ച് എന്നെ സംബന്ധിച്ച് എനിക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ലൈവ് പെർഫോമൻസ് ചെയ്യാനൊരു അവസരം കിട്ടി. ഞാൻ ഇവന് ആക്ച്വലി ഞാൻ ഫോഴ്സ് ചെയ്യൂല, അടിയ അവസാനം ഞാൻ തന്നെ നല്ല അടി കൊടുത്തുന്നാലും ഗിറ്റാർ പഠിക്കുന്ന കാര്യത്തിൽ. നീ എന്താണ് പഠിക്കാത്ത? താല്പര്യമില്ല. നീ കുറച്ചും പറഞ്ഞാലും നിനക്ക് കീബോർഡ് പഠിക്കണമെന്ന്. അതെനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് നാളെ എന്തോന്നും പറയാൻ പറ്റത്തില്ല. എന്താ എന്നിട്ട് ഞാൻ പോകാം കേട്ടോ. നീ പറ എന്നിട്ട്. എന്നിട്ടൊന്നും എനിക്ക് ഗിറ്റാർ പഠിക്കാൻ താല്പര്യമില്ല. ശരിക്കും പോവാം. അല്ല സംഭവം അല്ല, കറക്റ്റ് ഒരു കാര്യം പറ. കാര്യം നിന്നെ പോലെ കുറെ ആൾക്കാരുണ്ട് ഗിറ്റാർ വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ പഠിക്കാത്ത. എനിക്ക് താല്പര്യമില്ല. That makes sense. പക്ഷെ കുഴപ്പമില്ല, നിനക്ക് താല്പര്യം വരുന്നൊരു ദിവസം വരൂല. എന്തുകൊണ്ട്? എനിക്ക് താല്പര്യമില്ല. ഇവനെ കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. പപ്പ എന്നെ പലയിടത്ത് പഠിക്കാനായിട്ടിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ്സ്. എനിക്ക് താല്പര്യമില്ല. ഞാൻ പഠിച്ചില്ലേ? നീ പഠിക്കുമായിരിക്കാ. നീ ഇപ്പൊ പടം വരയ്ക്കുന്നില്ലേ? ഇതുപോലെ ഞാനിരുന്ന് പടം വരയ്ക്കുമായിരുന്നുണ്ട്. നീ അതേ സെയിം ട്രാക്കിലായിരുന്നു, എനിക്കറിയാം. യെസ്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, എല്ലാവരും ഡിഫറെന്റ് ആയതുകൊണ്ട്. പിന്നെ ഇവൻ 9/11 പറ്റിയൊക്കെ ചെയ്തോണ്ട് തീവ്രവാദി ആവാനും ചാൻസ് ഉണ്ട്. ഞാൻ ഫുള്ളി ചെയ്ത് വെച്ചില്ല ഞാൻ. എന്നിട്ട് ഇത് പറയുന്നത് എന്തിനാണ്? ശരിക്കും സബ്ജക്റ്റ് അല്ല. എത്ര ആൾക്കാർ ചത്തെന്നറിയാൻ പോലെ. ഡാർക്ക് ആക്കല്ലേ നമ്മളെ. നീ ഇപ്പൊ ഫാമിലി കയ്യില് ഞാൻ കാണാറില്ല. എന്നെ വിളിച്ചെന്ന് കാണിപ്പിക്കും. എന്തിനാന്തോ എനിക്ക് ഫാമിലി കഴിഞ്ഞാൽ പിടിച്ച് കാണിപ്പിച്ചിട്ടൊന്നുമല്ല. കാണിപ്പിച്ചിട്ടില്ല. അതിന്റെ ക്ലിപ്സ് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ. അതെ, പിന്നെ കോഴിയൊക്കെ കോഴിയും പീറ്ററും വരക്കുണ്ടാക്കും. അതൊക്കെ അത് കോമഡി അല്ലേ? ഓഫീസ് നീ കണ്ടിട്ടുണ്ടോ? ഓഫീസ് കണ്ടു. കൊള്ളാം. എന്നാ ഞാൻ സമ്മതിച്ചു. എനിക്ക് ഹ്യൂമർ സെൻസ് ഉണ്ട്. യെസ്, KC എന്നാണ് ചേച്ചി. നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡിന് മുമ്പ് KC ചേച്ചിയും ജെയ്സനാണ് വന്നത്. അപ്പം KC ചേച്ചി ആക്ച്വലി ഓഫീസ് കാണത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് മേ ബി ആ ഹ്യൂമർ മനസ്സിലാകത്തില്ലായിരിക്കും. I see. You see Arabian Sea. കുഴപ്പമില്ല, താങ്ക് യു. ഇല്ല തീർന്നില്ല.
ഇനി സംസാരിക്കാം. ഞാൻ വേണമെങ്കിൽ ചുമ്മാ ഇരുന്ന് സംസാരിച്ചോളാം, കുഴപ്പമില്ല. കുഴപ്പമില്ലേ? അല്ല, ഈ വർഷം നമ്മൾ എവിടെയൊക്കെ പോയടേ? ഒരിടത്തും പോയില്ലല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ 3 കാണാൻ പോയില്ലേ? അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ മറ്റേ എന്തായിരുന്നു സ്ഥലത്തിന്റെ പേര്? എനിക്ക് സ്ഥലങ്ങൾ മ്യൂസിയത്തിന്റെ അടുത്തുള്ള ഒരു മറ്റേ കൊട്ടാരുണ്ടല്ലോ, ഓർമ്മ വരുന്നില്ല. കനോക്കുന്ന് പാലസ് ആണോ? കനോക്കുന്ന് അവിടെ എന്തോ അവിടെ ഒരു ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ്, ബ്രിട്ടീഷുകാരനാണ് അങ്ങനെ വെച്ചാൽ മൂണിന്റെ ഒരു 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 ഫുൾ സൈസ് എത്ര ഡയമീറ്റർ ആയിരുന്നു? 3 മീറ്റർ എന്തോ അറിയത്തില്ല, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഒരു ചെറിയൊരു സംഭവം മൂണിന്റെ എക്സാക്ട് കോപ്പി പോലെ, ചെറുതെന്ന് പറയാൻ പറ്റൂല, ഐ മീൻ ഇച്ചിരി വലുതാ. അപ്പൊ അവിടെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു, ലൈറ്റ് ഒക്കെ എത്തിച്ച് മറ്റേ ക്രീനൊക്കെ ഇട്ടിട്ട്. ശരിയാ, കാണാൻ അടിപൊളിയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ കാണാം. എനിക്ക് നമ്മളങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പുറത്തുപോയി, അതായിരുന്നു. പിന്നെ അല്ലാതെ നമ്മളെവിടെ പോയി? എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊമോട്ട് ചെയ്തോട്ടാ. പറ. ഞാൻ ഈ ഇടയ്ക്കാണ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്. എന്തോന്നാണ്? _totsas. സ്പെല്ലിംഗ് എന്താ? TODA അല്ലല്ല, സ്പെല്ലിംഗ് TOADSUS ആണ്. ഞാൻ നോക്കട്ടെ ഗൈസ്, അത് തന്നെയാണോ? തന്നെ _TOADSUS. എന്ത് വരാത്ത ഒരു തവളേന്റെ ഫോട്ടോ ഇട്ടുണ്ട്. എന്താണ് ഈ ടോട്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അവസാനമാണ് അണ്ടർസ്കോർ. ആദ്യമല്ല, TOADSUS _ എന്താണ് എനിക്ക് മനസ്സിലായി. ഇതെന്താണ് ഇങ്ങനെ? ലവ് ഇസ് ഗ്രേറ്റ് ബട്ട് ഹാവ് യു ട്രൈഡ് ആർസണ? റോബറി അങ്ങനെ സംഭവങ്ങൾ എന്ന് പറയുമ്പം എൻ്റെ മിക്ക കണ്ട കൂട്ടുകാരും എന്തോന്നാണ് ഫസ്റ്റ് സെക്കൻഡ് ഇതിൽ തന്നെ മനസ്സിലാവും ഓരോ റിലേഷൻഷിപ്പിലാണ് അവരിങ്ങനെ കുറെ കാര്യങ്ങൾ. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം എന്തോന്ന് സിംഗിൾ അല്ല. 10ല് ഞാൻ പറഞ്ഞേക്ക് ഞാൻ പറയുന്ന കേക്കൂ. ഇവരിങ്ങനെയാണ്, ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, എനിക്കിത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അതിനെതിരെയാണ് ഇത് എഴുതിയത്. ഇത് ഞാൻ ഉടനെ മാറ്റിട്ട് വേറെ ഇടും, കുറച്ചും കൂടെ ക്രിഞ്ച് സാധനം ഇടും. എനിക്ക് മനസ്സിലായില്ല ഇപ്പോഴും. അത് മനസ്സിലാവണ്ട. നീ പറയാ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ കേൾക്കുന്നവര്. റോബറി ഒക്കെ ചെയ്യുമ്പോൾ നല്ല സുഖമാണ്. GTA കളിക്കുമ്പോൾ റോബറി ഒക്കെ ചെയ്യുമല്ലോ, അത് തന്നെ. അത്ര തന്നെ. ലവ് ഇസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ലവ് ഗേളിലാണ് സമ്മതിച്ച്, പക്ഷെ അവര് ആശം ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് ഇതിനെക്കാട്ടും നല്ലതാണ്. പക്ഷേ നീ ലൈൻ അടിക്കുന്നത് തമ്മിൽ എന്താണ് ഇത് ബന്ധം? അതെന്ന് പറയുമ്പോ എന്റെ കൂട്ടുകാര് മിക്ക കണ്ടവർക്ക് ഇതുണ്ട്, ഗേൾഫ്രണ്ട്സും അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ലവിനെ കുറിച്ച്. ഇതിനെക്കാട്ടും നല്ലത് റോബറി. അതാണ് അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓ ഗ്രേറ്റ്. വിമാനം തന്നെ. അവസാനം എല്ലാം അവിടെ തന്നെ വരുന്നു. നീ വെച്ച താടിയും വെച്ച കണ്ണാടിക്ക് വെച്ച സീനായിരിക്കും. നോ തന്നെ കറങ്ങി തിരിച്ചെത്തി. ഓക്കെ, ലവ് ഒന്നും കൂടെ പറയും. ലവ് ഇസ് ഗ്രേറ്റ് ബട്ട് യു ഹാവ് ട്രൈഡ് ആർസൺ. മതി. നീ പേഴ്സി ജാക്സൺ വായിച്ചിട്ടുണ്ടോ? എന്തോന്ന് പേഴ്സി ജാക്സൺ? പണ്ട് ബുക്കുണ്ട് മറ്റേ ഇതിന്റെ. വേണ്ട, പക്ഷെ എന്റെ മൂവി കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ബുക്കാണ് ഇച്ചിരി കൂടെ നല്ലത്. പണ്ട് എന്റെ കൂട്ടുകാരൻ്റെ ബുക്ക് വാങ്ങിച്ചിട്ട് ഞാൻ വായിച്ചില്ല. 11 പേര് ഫോളോ ചെയ്യുന്നു. ഞാൻ 10 ആണോ? എടാ പോടാ, 11 വരെ നീ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നു, 10 ഇങ്ങോട്ട് ഫോളോ. എടാ ഈ പിക്ചർ എന്തോ, അതെന്തോ സാധനമാ? ബീറ്റിലോ? തവള. അതെന്തോ എന്റെ ഒരു സന്തോഷം ഡീപ്പയാണ്. ഒരു ബീറ്റിലിന്റെ മണ്ടയ്ക്ക് തവള. എന്ത് കിടില്ല അത്? എന്റെ ഫോട്ടോ എടുത്തത് എനിക്ക് രണ്ടാ. പിന്നെ ഞാൻ ഇത് ചുമ്മാ ക്രിയേറ്റ് ചെയ്തത്. ചുമ്മാ വെറുതെ ക്രിയേറ്റ് ചെയ്യുക. എന്തെങ്കിലും പേർപ്പസ് തന്നെയാണ്. ഓ
ഞാൻ വെറുതെ ക്രിയേറ്റ് ചെയ്യും, എല്ലാവരും ക്രിയേറ്റ് ചെയ്യും. അവർക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ഫോളോവേഴ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ക്രിയേറ്റ് ആവും, എന്നിട്ട് ഫോളോ ചെയ്തു. എല്ലാവരും എന്നെ ഫോളോ ചെയ്ത് ഞാൻ അങ്ങോട്ടും ഫോളോ ചെയ്യാം. നിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നു? എനിക്കില്ല, എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഇല്ല. ഗേൾ ഫ്രണ്ട്സ് ഞാൻ സംസാരിക്കാറില്ല. ഇപ്പൊ സംസാരിക്കാറില്ല നിങ്ങള്? അനാവശ്യം വിളിച്ചു പറയും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ സ്കൂളിൽ പോവാ, പഠിക്കുക, ട്യൂഷനിൽ പോവാ, പഠിക്കുക, തിരിച്ച് വീട്ടിൽ വരിക, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഇത് അമ്മ കേൾക്കും. അമ്മ ദിവസം പറഞ്ഞ എല്ലാം കള്ളമാണ്. ഇവ മറ്റേ ബോംബ് പൊട്ടിക്കുന്ന ടീമാണ്. അമ്മ മറ്റേ തീവ്രവാദ സംഘത്തിൽ കൊണ്ടെത്തുന്നു. അങ്ങനെ. പക്ഷെ നിന്റെ മൂവ്മെന്റ് കൊള്ളാം, ടോട്ട്സസ്, അതും കൂടെ എഴുതണം. ഞാൻ ഇതെങ്ങനെ കിട്ടിയെന്ന് പറയാട്ടാ. ഞാനൊരു പണ്ട് കോവിഡ് സമയത്ത് ഭയങ്കര സെർവറിലുണ്ടായിരുന്നു. കോവിഡ് അല്ല, അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ കൂട്ടുകാരനെ, പുതിയൊരാളോ സ്കൂളിൽ വന്നു, അവൻ്റെ മീറ്റായി കൂട്ടുകാര്, അവനൊരു മൈൻക്രാഫ്റ്റ് വേറെ ഒരു സെർവറുണ്ട്. അപ്പോൾ അവരെല്ലാം തായ്ലാൻഡ്, അങ്ങോട്ട് ഫിലിപ്പീനോ, അപ്പോൾ അവരുടെ സെർവറിൽ ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പോൾ അവത്താർ ലാസ്റ്റ് എയർ ബെൻഡർ അറിയാലോ. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു മോഡുണ്ടായിരുന്നു, അത് ഭയങ്കര പോപ്പുലറായിരുന്നു. അപ്പം ഞാൻ ജോയിൻ ചെയ്ത് ആദ്യം ഞാൻ ഒരു എർത്ത് ബെൻഡർ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എബിഷിനോട് പറഞ്ഞു. അപ്പം അതിൽ കുറേ എർത്ത് ബെൻഡേഴ്സ് ഉണ്ട്, ഇപ്പോൾ വാട്ടർ ബെൻഡേഴ്സ് ആരുമില്ല. അപ്പം ഞാൻ എബിഷിന് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല ഞാനത് പറയാൻ പോകുന്നത്. ഞാൻ വാട്ടർ ബെൻഡറായി. അതായത് ഞാൻ ആദ്യം ഉണ്ടാക്കിയ ജോക്ക് ഞാൻ വെള്ളത്തിൽ നടക്കാൻ പറ്റുമെന്ന്, ഐ ക്യാൻ വാക്ക് ഓൺ വാട്ടർ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പേരിട്ടതാണ്. ഞാൻ അപ്പം എൻ്റെ ഒരു തവള ഫ്രോക്സ് ആഡ് ചെയ്ത്, അപ്പം എൻ്റെ ഞാൻ അതിനെ ടൈം ചെയ്തല്ല, അതിനെ വളർത്തലുണ്ടാകുന്നില്ലേ, ടോട്ട്. അപ്പം അങ്ങനെ പേര് വന്നതാണ് എനിക്ക്, ടോട്ട്സസ്. സസ് എന്ന് പറയാൻ കാര്യം ഞാൻ ഐ ക്യാൻ വാക്ക് ഓൺ വാട്ടർ. അതുകൊണ്ട് സസ്സോ? ജീസസ് ക്രൈസ്റ്റ്. അതാണ് പക്ഷെ ഇഷ്ടപ്പെടൂല എന്ന് ഞാൻ പറഞ്ഞു. അവരെല്ലാവരും ക്രിസ്ത്യൻസ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പം ആദ്യം എനിക്ക് ഓർമ്മ വന്ന ജോക്ക് അതാണ്. വാട്ടർ വൈനാക്കിയാൽ സീനായിരുന്നു തന്നെ. അതാണ് ഞാൻ ഒന്നും അതിന് ഐ ഹാവ് നോ കമന്റ്സ്. അങ്ങനെ ഇട്ട പേരാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല പേരല്ലേ ടോട്ട്സസ്. ഐ ക്യാൻ വാക്ക് ഓൺ വാട്ടർ, ഐ ക്യാൻ വാട്ടർ പെൻറ്റ്. അവസാനം എല്ലാവരും വഴക്കായി പിരിഞ്ഞു. ഞാനൊന്നും വഴക്കുണ്ടാക്കില്ല, എൻ്റെ കൂട്ടുകാരൻ വഴക്കുണ്ടായി. റൂമേഴ്സ് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒരു മാസം എന്തോ ആക്റ്റീവ് അല്ലാന്ന്. ആ സമയത്ത് എന്തോ പറ്റി, അങ്ങനെ ആ സെർവർ പിരിഞ്ഞു. ഞാൻ അപ്പനും ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം 4 മാസം കണ്ടിന്യൂ അതിലുണ്ടായിരുന്നു, സെർവറിലുണ്ടായിരുന്നു. ഗെയിം കളിക്കാനൊന്നുമില്ല. അപ്പം പിന്നെയാണ് ഞാൻ അറിയാണ്. എന്നിട്ട് പറഞ്ഞ അതിന് ലീവ് ചെയ്യാൻ. ഇത് ജോലിയായിരുന്ന? ജോലിയൊന്നുമില്ല, നമ്മൾ റോൾ പ്ലേ. ഓ എന്ന് പറയുമ്പോൾ ഈ വഴക്കുണ്ടായൊക്കെ ശരിക്കും എൻ്റെ സംഭവം ഈ സെർവറിൻ്റെ അകത്ത് റോൾ പ്ലേ ആയിരുന്നു. നമ്മൾ ആദ്യം ഗ്രീക്ക് മിത്തോളജി അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ജീസസിലോട്ടായി. പിന്നെ എവിടെ നിന്നോ ഏതോ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ഇതെടുത്തു. അവസാനം വഴക്കായി. പറയില്ല കേട്ടാ, നിങ്ങൾക്ക് എന്താ പ്രശ്നമാണെന്ന് പറയാം ആൾക്കാര്. അങ്ങനെ വഴക്കായി എന്ന് പറയും. പിന്നെ നമ്മൾ മാറി. അതാണ് ടോട്ട്സസ്. നല്ല പേരാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, ഒരു വൃത്തിഹീനമായ പേര്. ഞാൻ വീണ്ടും വല്ലതും വിളിച്ചു പറയും. അവസാനം എല്ലാം കട്ട് ചെയ്തോളൂ. ആലോചിക്കണം. ഞാൻ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ നിന്നെ അടിക്കുമോ എന്നൊക്കെ. പിന്നെ അല്ലാണ്ട് ഇപ്പോഴില്ലല്ലോ, നുള്ളാനൊക്കെ ഉണ്ട്. നുള്ളാനും ചെറുതായിട്ട് ഇന്നെ അടിക്കും. പറയുമ്പോൾ വലിച്ചൊന്നും അടിക്കത്തില്ല. ഞാൻ എന്താ കാര്യം, എബിസിന്റെ കൂട്ടുകാരെ വല്ലതും അടിക്കുമ്പോൾ ഞാൻ കളിയാക്കും. എന്ന് പറയുമ്പം ഞാൻ എന്തോന്നാ കളിയാക്കുന്നല്ല, നീ ഓവർ എന്തോന്നു ഇച്ചിരി ഓവർ ആവുമ്പോഴാണ്. അത് അവരെ ഫ്രണ്ട് കിട്ടില്ലല്ലോ. അല്ലല്ല, മാറ്റിട്ടാണ്. എന്നാലും വേന എനിക്കല്ലേ എടുക്കണം മാന്യമായിട്ട്. പക്ഷെ എന്റെ സ്വിച്ച് ഉണ്ട് ഇവിടെ വരുമ്പോ അതാണ് പെട്ടെന്ന് മാറും. അതെനിക്ക് ഇഷ്ടമല്ല. അവിടെ വന്നിട്ട് നീ ഇങ്ങനെ ആക്കിയിട്ട് നുള്ളും. എന്നിട്ട് ഇവിടെ വന്നിട്ട്
വെറും മോശ പരിപാടിയാണ്. ആണ്. പക്ഷെ അത് ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ഇതാണ്. അല്ല നമുക്ക് നിർത്താം. അപ്പൊ നിനക്ക് പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും ഇല്ല? എനിക്ക് ഏതെങ്കിലും വർഷം ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ന്യൂ ഇയർ റെസൊല്യൂഷൻ പുതിയ കമ്പ്യൂട്ടർ, പുതിയ മോണിറ്റർ? ഇല്ല. എനിക്കൊരു റാം വാങ്ങിച്ചിടണമെന്നുണ്ട്. അത് ഏകദേശം 2 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുക. 2 വർഷമായിട്ടാ? നീ ഇത്രയും വർഷം കുറച്ച് പൈസ സേവ്, ഈ 1 വർഷം, കഴിഞ്ഞൊരു വർഷം നീ പൈസ സേവ് ചെയ്തിരുന്നേ നിനക്ക് വാങ്ങിച്ചുകൂടായിരുന്നു? SSD അങ്ങനെയല്ല വാങ്ങിച്ചത്? SSD അമ്മേൻ്റെ പൈസ വാങ്ങിച്ചു. അത് ഞാൻ തിരിച്ചടയ്ക്കേണ്ടി വന്നു. എൻ്റെ അവസ്ഥ ആടെ ചെയ്യില്ല, അമ്മ തന്നു. ഞാൻ പിന്നെ ഞാൻ പിന്നെ ഒന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ SSD റാം എത്ര GB ഉണ്ട്? ഞാൻ 4 വാങ്ങിച്ചു. 4. അപ്പോൾ 8 GB ആണ് ടോട്ടൽ. എന്താ റാം അതിനെക്കാട്ടും 16 GB അപ്ഗ്രേഡ് ചെയ്യാനല്ലേ? അപ്പോൾ എന്താ പ്രശ്നമാണ് അതിലെന്തോന്ന് അത്രയും ഉപയോഗിക്കാൻ പറ്റുന്ന? അതിൽ CPU കൊള്ളൂല. CPU കൊള്ളാത്തോണ്ടോ? അധികം റണ്ണാകത്തില്ല. അതിൽ CPU എല്ലാം പിടിക്കും. CPU മാറ്റാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു കമ്പ്യൂട്ടർ വാങ്ങിച്ചാലോ. വേണ്ട, ആവശ്യമില്ല. ആണോ? ഇതുകൊണ്ടാണ് ഗൈസ് കമ്പ്യൂട്ടർ വാങ്ങാത്തത്. ഇത്രക്കിനെ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ല കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് എനിക്കും ഇടയ്ക്കിടയ്ക്ക് ഗെയിം കളിക്കായിരുന്നു. പതിനെച്ചെറുക്കൻ എനിക്ക് ഉള്ളത് മതി. എന്നാ പിന്നെ എനിക്ക് അനുഭവിക്കും. പുതിയ GTA 6 ഒക്കെ വരാൻ അത് മറ്റേ കൺസോളിലേ ഉള്ളൂ. പക്ഷെ GTA 6 എനിക്ക് തോന്നുന്നേ PS5 ഇറങ്ങും. ഓക്കെ, പണ്ട് Xboxന് ഇറങ്ങിയിട്ട് പിന്നെ PS4 ഇറങ്ങി, PS3-ക്കല്ലേ GTA 5 ഇറങ്ങി ആദ്യം. അത് കഴിഞ്ഞിട്ട് PS4 ഇറങ്ങി. അപ്പൊ ഗ്രാഫിക് ഡിഫറൻസ് ഭയങ്കരമായിരുന്നു. പിന്നെ PS4 പ്രോയും പിന്നെ സ്ലിമും അങ്ങനെ കുറെ സാധനങ്ങൾ ഇറങ്ങി. അപ്പൊ ഇതിലെല്ലാം ഗ്രാഫിക് ഡിഫറൻസ് ഭയങ്കര. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാ PC-ക്ക് ഇറങ്ങിയപ്പോ വൺ ഗ്രാഫിക്സ്. പിന്നെ ഓൺലൈൻ കൂടെ വന്നപ്പം വേറെ ലെവലായി. ഇപ്പം എന്ത് ഗ്രാഫിക്സ് എന്നറിയാം GTA 5. പക്ഷെ ഒരു എന്താ പറയാ, ആ ഗെയിം ഒരുമാതിരിയാ. ഐ മീൻ അത്ര കിടിലല്ല, പക്ഷെ ഗ്രാഫിക്സ് വൺ സെറ്റപ്പായി. അപ്പം ഞാൻ ആലോചിക്കുന്നത് GTA 6 ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ PS5 ഓടും. സ്മൂത്ത് ആയിരിക്കും, നല്ല ഗ്രാഫിക്സ് ആയിരിക്കും, അടിപൊളി, എല്ലാം കിടിലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു PS5 നെക്സ്റ്റ് ഒരു പ്രോയോ എന്തെങ്കിലും അല്ലെങ്കിൽ PS6 വരാൻ ചാൻസ് കുറവാണ്. പേര് അങ്ങനെ ഇടത്തില്ല, അത് വരില്ല. വല്ല പ്രോയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒരെണ്ണം വരും. അതിന് ഭയങ്കര ഒരു സംഭവം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ PC-ക്ക് വരാത്ത. പിന്നെ എക്സ്ബോക്സും പുതിയത് വരുമായിരിക്കും, അതിനൊക്കെ വരുമായിരിക്കും. എക്സ്ബോക്സിനെ മറ്റേ ഇപ്പൊ എന്തുള്ള സീരീസ് S കഴിഞ്ഞിട്ട് എക്സിന്റെ പ്രോയോ എന്തെങ്കിലും വരും. കാണുമായിരിക്കും, പ്രോ കാണുമായിരിക്കും, ഓൾറെഡി കാണുമായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും മെയിൻ ആയിട്ട് ഇത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ചിലപ്പം പറയാൻ പറ്റത്തില്ല. ആദ്യ ട്രെയിലർ 2025, രണ്ടാമത്തെ ട്രെയിലർ 2030 എന്നൊക്കെ പറയുമ്പോ 2030 പറയാൻ പറ്റത്തില്ല. അല്ല, എനിക്ക് തോന്നുന്നു പണ്ട് GTA 5 ഇറങ്ങിയത് 2013 ഗെയിം റിലീസ് ചെയ്തത്. ഏതാണ്ട് ഒരു സമയത്താണ് തോന്നുന്നത്, 2013 അത്ര ബാക്കിലാണ് എന്തോ, എനിക്ക് അറിഞ്ഞൂടാ കേസ്. 10 വർഷം, ഒരു ഡെക്കേഡ്. നല്ല പഴക്കമുണ്ട്. നോക്കട്ടെ കേസ്, നമുക്ക് ഫാക്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. നമ്മള് കുറെ നേരമല്ലേ ഇതൊക്കെയാണ് നമ്മള് സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ രസമല്ലേ സംസാരിക്കാൻ. GTA 5 ഇറങ്ങിയിട്ട് റിലീസ് ഡേറ്റ് ആക്കണല്ലേ? മൊബൈലിലുണ്ടോ ഇത്? ഇല്ലല്ല, മൊബൈലൊന്നുമല്ല. GTA 2013, അതും സെപ്റ്റംബർ. മിണ്ടായി 9/11 സംഭവിച്ചത് 9 out of 10. അത് സെപ്റ്റംബർ 11 9/11. GTA 5 സെപ്റ്റംബർ 17. സ്റ്റീമിലെ റേറ്റിംഗിൽ 10 11 ആണെങ്കിൽ കുഴപ്പമില്ല. ഔട്ട് ഓഫ് 9/11 ഓ ഡാർക്ക് 10 out of 9. ഓക്കെ, 10 out of 9. 9 out of 10 മാറിപ്പോയി, സോറി. അപ്പം 10 വർഷം പഴക്കമുണ്ട് ഗെയിം. സ്റ്റിൽ അത് കിടിലല്ലേ. ഇപ്പം റോൾ പ്ലേ ഒക്കെ ഉണ്ട്, കുറേ യൂട്യൂബേഴ്സ് റോൾ പ്ലേ കളിക്കുന്നുണ്ട്. എനിക്ക് ആഗ്രഹമില്ല റോൾ പ്ലേ കളിക്കാൻ, പക്ഷെ എനിക്കൊരു ഇച്ചിരി ഓവറായിട്ട് തോന്നുന്നു. എനിക്ക് ഇഷ്ടമല്ല GTA. എനിക്ക് തോന്നുന്നു കളിച്ചിട്ടുണ്ട് സാൻ ആൻഡ്രിയാസ്. അത് ഞാനും കളിച്ചിട്ടുണ്ട്, തീർത്തിട്ടുണ്ട്.
വൈസിറ്റിയും കളിച്ചത് ഞാൻ ഇപ്പം കളിക്കാൻ കണ്ടോണ്ടിരിക്കും. ശരിയാണ്, ഞാൻ കൊടുക്കൂല. ഇടയ്ക്ക് തരും കാർ ഓട്ടിക്കാൻ. അതെ, അതല്ലാതെ എനിക്ക് അറിയത്തില്ല. എന്നപ്പം എനിക്ക് പക്ഷെ ഇപ്പം കളിക്കാമല്ലോ. കളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. സാനിറ്റൈസിന് ഒരു ഓൺലൈൻ സെർവർ പണ്ടുണ്ടായിരുന്നു, ഒരു നിർത്തി. വേണമെങ്കിൽ അത് ഇപ്പോഴും ഉണ്ട്, കളിക്കാൻ വേണമെങ്കിൽ അതിൽ. ഇപ്പം ഈ ഇടയ്ക്ക് ഫ്രീ ആയിട്ട് സാനിറ്റൈസ് ഒറിജിനൽ കോപ്പി കൊടുത്ത് ഈ വർഷം ഒന്നും എന്തോ അത് അതിൻ്റെ മറ്റേ റോക്ക് സ്റ്റാർ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് ഡൗൺലോഡ് ചെയ്യാൻ അവർക്ക് കൊടുത്തോണ്ടിരുന്നു. ഇപ്പം നിർത്തി. അത് ഫോണിലോ? അല്ലല്ല, ഇതില്ല, പി സിക്കകത്ത്. ഓ ശരി. അപ്പോൾ അവർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. കൊള്ളാം. ഇപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് പിന്നെ ഇത്ര തന്നെ ഉള്ളൂ. ബൈ. എടാ നീ ബൈ പറയാൻ പറഞ്ഞിട്ട്. ശുഭരാത്രി. എടാ നിൽക്കണം, ഇങ്ങനെ പറഞ്ഞോട്ട്. അപ്പോൾ ഗൈസ് എന്താ പറയുക, ഇപ്പം കുറച്ചധികം സമയമെന്ന് തോന്നുന്നു. ഇതാണ് ഗൈസ് എൻ്റെ അനിയൻ. ഞാനുമായിട്ടൊരു എന്താ പറയുക, കുറേ നാളായി ഇങ്ങനെ സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് പോഡ്കാസ്റ്റിൽ. ഇവൻ വരൂല, ഇവന് ഭയങ്കര ജാഡാ. 3 ദിവസം മുമ്പെയാണ് എന്നെ ആദ്യം പറയണം ഇങ്ങോട്ട്. ഞാൻ തുടക്കം തൊട്ടാ ഞാൻ നിന്നെ വിളിക്കുന്നുണ്ട്. അപ്പം സീരിയസ് അല്ലായിരുന്നു. ഇപ്പം എന്തോന്ന് എനിക്ക് സീരിയസാ. ഓ ഇവെന്തരേ എന്തായാലും ഗൈസ്. അപ്പോൾ എനിക്കത് ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അടുത്ത വർഷം ഇനി വരത്തില്ലേ? നല്ല രസമല്ലേ സംസാരിച്ചോണ്ടിരിക്കാൻ? കുഴപ്പമില്ല, ഞാൻ വരാൻ ചാൻസ് കുറവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട. കുഴപ്പമില്ല. നീ എന്തേ കുഴപ്പമില്ല എന്നുണ്ട നല്ലതെന്ന് പറ. നല്ല കുഴപ്പമില്ല. അയ്യോ ഇവന്റെ കുഴപ്പം കേട്ടിട്ട് അമ്മ ഉണ്ടാക്കുന്ന എല്ലാ കറിയും ഞാൻ കുഴപ്പമില്ല എന്നാണ് പറയണം. ഇതുവരെ കൊള്ളാന്ന് പറഞ്ഞിട്ടില്ല, അതറിയാമോ? നീ ഇപ്പം പറഞ്ഞല്ലേ കുഴപ്പമില്ല, കൊള്ളാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്ത് പറയാത്ത? ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അത്രയല്ലേ ഉള്ളു ഗൈസ്. അപ്പൊ അടുത്തൊരു എപ്പിസോഡായിട്ട് ഉടനെ വരുന്നതായിരിക്കും. എൻ്റെ പേര് ഏബൽ എസ്. നോ 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 നോ, അത് കട്ട് ചെയ്ത. അപ്പോൾ ശരി, ബൈ. ടോച്ചസ് __ ഫോളോ ചെയ്യൂ. ഞാൻ തിരിച്ച് ഫോളോ ചെയ്യാം.